ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കാരണവന്മാർ പറയുന്നത്. പല നാൾ കള്ളൻ ഒരു നാൾ അകപ്പെടുമെന്ന്. ഇപ്പോൾ അകപ്പെട്ട കള്ളൻ ആരാണെന്നറിയാമോ? നമ്മുടെ ആണത്വത്തിന്റെ പ്രതീകങ്ങളായ രാവണപ്രഭുവിനെയും മംഗലശ്ശേരി നീലകണ്ഠനെയും സൃഷ്ടിച്ച സംവിധായകൻ രഞ്ജിത്താണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം അഭ്രപാളികളിൽ വിസ്മയം തീർക്കാനായി ശ്രമിക്കുന്ന രഞ്ജിത്തിന്റെ പുതിയ സിനിമാ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാരവനിൽ വെച്ച് രഞ്ജിത്ത് ആ സിനിമയിൽ അഭിനയിക്കുന്ന യുവനടിയെ കടന്നു പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി. സിനിമാ സെറ്റിലെ അധികാരങ്ങൾക്കും ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കും വഴങ്ങാതെ നീതിക്കായി പോരാടാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉറച്ച നിലപാടും ഉപദേശവുമാണത്രേ. പീഡന ശ്രമത്തിൽ ഈ നടി അന്താളിച്ചു പോയി. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലായിരുന്നു നടിയെ നിയമ പോരാട്ടത്തിന് പ്രേരിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് നടന്നത്. ജനുവരി 9 സംഭവം നടന്നത്. കാരവനിൽ അതിക്രമിച്ചു കയറിയ രഞ്ജിത്ത് നടിയെ കയറി പിടിക്കാൻ ശ്രമിച്ചു. അപ്രതീക്ഷിതമായ ഈ നീക്കത്തിൽ ഭയന്നോടിയ നടി പിന്നീട് വലിയ മാനസിക ആഘാതത്തിലായി. മാസങ്ങളോളം നീണ്ട കൗൺസിലിങ്ങിലൂടെയാണ് അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. സംഭവം നടന്ന ഉടൻ സിനിമയിലെ ആഭ്യന്തര സമിതിയെ നടി സമീപിച്ചു. പക്ഷെ അവർ കാര്യമായ നടപടികൾ എടുത്തില്ല. രഞ്ജിത്തിന്റെ സുഹൃത്തുക്കൾ വഴി ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടന്നു. ഈ ഘട്ടത്തിൽ നടിയെ നേരിൽ കാണുകയും നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ ധൈര്യം നൽകുകയും കുറ്റവാളികൾ എത്ര ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാട് ഈ കേസിൽ നിർണായകമായി. ഇടത് സഹയാത്രികനായ രഞ്ജിത്തിനെതിരെയുള്ള അന്വേഷണം അതീവ രഹസ്യമായാണ് പോലീസ് നടത്തിയത്. ചൊവ്വാഴ്ച രാത്രി തൊടുപുഴയിൽ വെച്ച് രഞ്ജിത്തിന്റെ കാർ തടഞ്ഞ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാത്രി 12 മണിയോടുകൂടി കൊച്ചിയിലെത്തിച്ചു. ശേഷം മാനഭംഗം, അപമാനിക്കൽ, ലൈംഗിക അതിക്രമം, തടഞ്ഞുവെക്കൽ, അശ്ലീല ആംഗ്യം കാണിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു കഴിഞ്ഞു. എന്നാലും എൻ്റെ രഞ്ജിത്തേട്ടാ, നിങ്ങൾ ഈ അടുത്ത കാലത്തല്ലേ കരളൊക്കെ മാറ്റിവെച്ചത്? ശരീരം ഒന്ന് നൂർന്നിട്ട് പോരെ ഇത്തരം അതിക്രമങ്ങളൊക്കെ ചെയ്യാൻ? നിലവിൽ രഞ്ജിത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുണ്ട്. വൈദ്യ പരിശോധനയിൽ രക്തസമ്മർദ്ദത്തിലും ചില വ്യതിയാനങ്ങൾ കാണുന്നുണ്ട്. കാണാതെ തരമില്ലല്ലോ. ആ വ്യതിയാനങ്ങളാണല്ലോ ഈ പീഡനത്തിന്റെയൊക്കെ ആധാരം. നേരത്തെ ഒരു ബംഗാളി നടി നിങ്ങളെക്കുറിച്ച് ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നുവല്ലോ. ഇപ്പോൾ അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കോഴിക്കോട്ടുകാരനായ യുവാവും നിങ്ങളെക്കുറിച്ച് ഒരു വൃത്തികെട്ട പരാതി ഉന്നയിച്ചിരുന്നല്ലോ. അതൊക്കെ ശരിയാണോ രഞ്ജിത്തേട്ട? ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ രഞ്ജിത്തേട്ടൻ അത്ര വെടുപ്പല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ മലയാള സിനിമയിലെ ഒരു മികച്ച സംവിധായകൻ തന്നെയാണ് രഞ്ജിത്ത്. പക്ഷെ ഈ ഒരു കാര്യമൊന്നും ഈ സംഭവത്തെ ന്യായീകരിക്കാൻ ഉതകുന്നതല്ല. എന്തായാലും ശരി, ആ നിലവിളി ശബ്ദം ഒന്നിടൂ, ജനങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്നേ. അനശ്വരനായ നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരിക്കൽ 6-ാം തമ്പുരാന്റെ ഷൂട്ടിങ്ങിനിടയിൽ അദ്ദേഹത്തെ രഞ്ജിത്ത് തല്ലി. അന്ന് തുടങ്ങിയതാണ് രഞ്ജിത്തിന്റെ കഷ്ടകാലം എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ആ സാധു മനുഷ്യൻ ഛേദമില്ലാത്ത ഒരു തമാശ പറഞ്ഞതിന് അദ്ദേഹത്തെ പരസ്യമായി രഞ്ജിത്ത് തല്ലി എന്നാണ് ചിലരൊക്കെ പറയുന്നത്. വല്ല കാര്യവുമുണ്ടോ നിങ്ങൾക്ക്? ഒരു നല്ല നടനാകണമെങ്കിൽ അനുഭവജ്ഞാനം വേണം എന്നെഴുതിയ മഹാനാണ് രഞ്ജിത്ത്. കുറച്ചൊക്കെ വെള്ളം കുടിക്കട്ടെ അല്ലേ? ഇത്തവണ ശരിക്കും പിടിവീഴുമെന്ന് തന്നെയാണ് തോന്നുന്നത്. രാജാവ് പെടുമോ പ്രേക്ഷകരെ? പക്ഷെ രഞ്ജിത്ത് പുലിയാണ് കേട്ടോ. അദ്ദേഹം ഈ യുവനടിയുടെ ആരോപണം ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. യുവതിയുടെ പരാതിയെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നാണ് രഞ്ജിത്ത് ഇപ്പോൾ പറയുന്നത്. ഒന്നുമില്ലെങ്കിലും ആ കരളൊക്കെ മാറ്റിവെച്ച കാര്യമെങ്കിലും ഓർക്കണ്ടേ രഞ്ജിത്ത് സാറേ? ആരോഗ്യം ഒരല്പം തിരിച്ചു പിടിച്ചിട്ട് പോരെ ഇത്തരം കുൽസിത പ്രവർത്തികളൊക്കെ ചെയ്യാൻ എന്നാണ് പ്രേക്ഷകരുടെ ഒരഭിപ്രായം. കാരവനുള്ളിൽ കയറി പിടിക്കാൻ ചെല്ലുമ്പോൾ ആരും വരാതിരിക്കാൻ മറ്റൊരു യുവതിയെ കാരവന് പുറത്ത് കാവൽ നിർത്തി എന്നും പറയുന്നു. ശരിയാണോ രഞ്ജിത്തേട്ട? എന്തായാലും അദ്ദേഹത്തിന്റെ ആ കുശാഗ്ര ബുദ്ധിക്കിരിക്കട്ടെ. ഒരു തൂവൽ വെറുതെ ഇരിക്കട്ടെ. മിടുമുടുക്കൻ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായതോടുകൂടി ഒരു സിനിമാ നടന്റെ കാറിൽ തൊടുപുഴയിലേക്ക് വെച്ചു പിടിച്ചു. ലക്ഷ്യമിട്ടത് ഹൈറേഞ്ചിലെ ഒരു ഒളിത്താവളം. അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ കാഞ്ഞ ബുദ്ധിയാണ് മുങ്ങാൻ പ്രേരിപ്പിച്ചത് കേട്ടോ. എല്ലാം പൊളിച്ചത് കാളിരാജ് മഹേഷ് കുമാർ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അതീവ രഹസ്യമായ നീക്കമായിരുന്നു. അങ്ങനെ ആസ്പത്രിയിൽ നിന്നും അണ്ണൻ അറസ്റ്റിലേക്ക്, അവസാനം രാവണപ്രഭു അഴിക്കുള്ളിലേക്ക്. ഒരു മെയ് മാസ പുലരിയും പെരുപൊണ്ണാപുരത്തെ വിശേഷങ്ങളും ദേവാസുരവും നരസിംഹവും രാവണപ്രഭുവും നന്ദനവും, അങ്ങനെ മാസും ക്ലാസും നിറഞ്ഞ സിനിമകൾ ഈ അണ്ണൻ തന്നെയാണോ എഴുതിയത് എന്ന് നേരിയൊരു സംശയം ഇപ്പോൾ ഉദിക്കുന്നു. തെറ്റില്ലല്ലോ അല്ലേ? വെറുതെ ഒരു സംശയം, അത്രയേ ഉള്ളൂ. എന്നാലും എൻ്റെ മംഗലശ്ശേരി നീലകണ്ഠ,
നിന്റെ മാനവും മാഞ്ഞു പോയില്ലേ? പേരിന് പിന്നിലുള്ള വാലും അധികാര ചിഹ്നങ്ങളും ഇത്തരം ഊളത്തരങ്ങൾ ചെയ്താൽ മാഞ്ഞു പോകുമെന്ന് നിങ്ങൾ മറന്നു രഞ്ജിത്ത് സാറേ. ഇനി അല്പകാലം ജയിലിലൊക്കെ കിടന്ന് അനുഭവങ്ങൾ ആസ്വദിച്ച് അടുത്ത സിനിമയിലൂടെ നമുക്കത് ജനങ്ങളിലേക്ക് എത്തിക്കാം.